വേദനകൾ നിറഞ്ഞ പ്രാർത്ഥനാഭരിതമായ അന്തരീക്ഷം അവിടെയുണ്ട്. കരിമ്പലക്കര ഹാളിൽ പ്രിയപ്പെട്ട സഹപാഠികളുടെ, തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളുടെ അവസാനമായി അവരെ ഒരു നോക്ക് കാണാനുള്ള അവസരം ഇനിയിപ്പോൾ മാത്രമാണ്. അല്പസമയത്തിനകം തുപ്പരക്കാട് ജുമാ മസ്ജിദിലേക്ക് അവരുടെ മൃതദേഹം എടുക്കും. അങ്ങോട്ടേക്ക് നൂറുകണക്കിന് നാടൊന്നാകെ അങ്ങോട്ടേക്ക് അവർ ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തുപ്പനാട് ജുമാ മസ്ജിദിൽ 10:30 കബറടക്കം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ അത് 10:30 എന്നുള്ള സമയക്രമം ഈ ആളുകൾ ഇങ്ങനെ വന്ന് ഒരു നോക്ക് കാണാൻ പിന്നെയും അണമുറിയാതെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ 10:30 അവിടെ എടുത്ത് കബറടക്കം സമയത്ത് നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യം അറിയില്ല. ഒരു പക്ഷേ ഒരു അരമണിക്കൂർ കൂടി അത് വൈകാനിടയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു ആ ജുമാ മസ്ജിദിൽ, തുപ്പനാട് ജുമാ മസ്ജിദിൽ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ അടുപ്പിച്ചടുപ്പിച്ച് വെട്ടിയിരിക്കുന്ന കബറുകൾ നമ്മൾ കണ്ടു. അങ്ങോട്ടേക്കാണ് ആ കുട്ടികൾ പോവുക. അവരെ അങ്ങോട്ടേക്ക് യാത്ര അയക്കാനുള്ള വേദന നിറഞ്ഞ, ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയിൽ വല്ലാത്ത ആന്തലോടുകൂടി ആ നാടും ആ ബന്ധുക്കളും ഒക്കെ അവിടെ നിൽക്കുന്ന സങ്കടകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരു പക്ഷേ അത് കണ്ടിരിക്കാൻ കഴിയാത്ത ആ ദൃശ്യങ്ങളെ സാധാരണ വാർത്ത പറയുമ്പോൾ നമുക്ക് വിവരിക്കാൻ കിട്ടുന്ന വാക്കുകൾ പോലെ വാക്കുകൾ കിട്ടാതെ ഇതിന് മുന്നിൽ എന്താണ് പറയേണ്ടത് എന്ന് നമ്മുടെ മനസ്സുപോലും വേദനിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ രാവിലെ മുതൽ ഈ കുഞ്ഞുങ്ങളെ അവരുടെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ, വീടുകളിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ സഹപാഠികൾ, കൂട്ടുകാരികൾ ഐഷ എന്ന് വിളിച്ച് കരയുന്ന ഒരു പക്ഷേ ഒരു വിളിയിൽ ഉറങ്ങിയതുപോലെ കിടക്കുന്ന ഐഷ ഉണർന്നെങ്കിലോ എന്നൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ അങ്ങേയറ്റത്തെ ആഗ്രഹത്തിലായിരിക്കുമല്ലോ ആ ഹൃദയം തകർന്ന വിളി. അങ്ങനെ വിഫലമായ വിളികൾ നമ്മൾ അവിടെ കണ്ടു. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് ഈ ഓഡിറ്റോറിയത്തിലേക്ക് ആംബുലൻസിലേക്ക് എടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ആ അമ്മമാരുടെയൊക്കെ അച്ഛന്മാരുടെയൊക്കെ വലിയ വേദനയും സങ്കടവും നമ്മൾ കണ്ടു. കാര്യം ഈ സമയത്ത് അവർ വീടിന് പുറത്തേക്ക് പോകും. അത് പോകുന്നത് സ്കൂളിലേക്കാണ്. ഇന്നിപ്പോൾ ഹിന്ദി പരീക്ഷ, ഇന്നലത്തെ ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു. ഇന്നിപ്പോൾ ഹിന്ദി പരീക്ഷ ഏതാണ്ട് ഇതേ സമയം 9 മണിയൊക്കെ ആയിരിക്കുമല്ലോ എക്സാം ടൈം. ഏതാണ്ട് ഇതേ സമയം സ്കൂളിൽ നിന്ന് ഹിന്ദി പരീക്ഷ എഴുതേണ്ടവരാണ്. ഇന്ന് വൈകിട്ടും ആ പരീക്ഷ എളുപ്പമോ അല്ലെങ്കിൽ ആ പരീക്ഷ എളുപ്പമല്ലാതാവുകയോ അതൊക്കെ സംസാരിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരേണ്ട കുട്ടികളാണ്. ഇത് അവസാന യാത്രയ്ക്കായുള്ള പോക്കിന് അവരെ ഒരുക്കി കിടത്തിയിരിക്കുന്ന ആ കാഴ്ച തന്നെ വേദനാജനകമാണ്. അല്പസമയത്തിനകം തുപ്പനാട് ജുമാ മസ്ജിദിലാണ് കബറടക്കം. കരൾപ്പിളറും കാഴ്ച എന്നത് നമ്മൾ വെറുതെ വാക്കുകളായി അക്ഷരങ്ങളായി എഴുതുന്നതല്ല. അക്ഷരാർത്ഥത്തിൽ ഇത് സങ്കടമുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണെന്ന് ഒരു സംശയവുമില്ല. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ പനയമ്പാടം വളവ് അതൊരു മരണവളവാണ്. ആ വളവിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള എത്ര വേദനകൾ കാണണം ആ അപകട വളവിലെ മരണങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കാൻ എന്ന ചോദ്യം ഉയരും. അത് കുറച്ചുകൂടി ശക്തമായി ഉയരണം, അത് കുറച്ചുകൂടി കണിശമായും രൂക്ഷമായും ഉയരണം. അത് പക്ഷേ അതിനുള്ള മണിക്കൂറുകൾ ഇതല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിപിൻ സി വിജയൻ ചേരുന്നത്. വിപിൻ, ആദ്യം മന്ത്രി സി കൃഷ്ണൻകുട്ടി വന്നു, ബി രാജേഷ് ഉണ്ട്, കോങ്ങാട് MLA ഉണ്ട്, കളക്ടറുണ്ട്, നാടിൻ്റെ വേദനയ്ക്കൊപ്പം ജനപ്രതിനിധികളൊക്കെയും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ വന്നു. അങ്ങനെ നാടിൻ്റെ വേദനയ്ക്കൊപ്പം ജനപ്രതിനിധികളൊക്കെ ഉണ്ടല്ലേ വിപിൻ? കരിമ്പ എന്ന പാലക്കാടൻ ഗ്രാമം, പനയമ്പാടം എന്ന് പറയുന്ന ആ ബസ് സ്റ്റോപ്പ്, ചെറുള്ളി എന്ന് പറയുന്ന ചെറിയ ഗ്രാമം, ഇതൊക്കെ ഇന്ന് കണ്ണീർക്കടലിലാണ്. നടുക്കം മാറാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് അവിടെ ആ കരിമ്പയിലെ ഹോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 4 പേർ അവരോട് വിട ചൊല്ലി പോവുകയാണ്. ഇന്ന് ഈ സമയത്ത് പരീക്ഷ എഴുതേണ്ടിയിരുന്ന 4 കുഞ്ഞുങ്ങളാണ്. അവരോടൊപ്പം ഉണ്ടായിരുന്ന 5-ാമത്തെ ആൾ വളരെ അത്ഭുതകരമായി ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കുഞ്ഞ് എങ്ങനെയായിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ തൻ്റെ ചങ്ങാതിമാരില്ലാതെ ക്ലാസ്സിലേക്ക് അവരില്ലാത്ത ഇടത്ത് പോയിരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ കൂടെ നമ്മളിലേക്ക്, ചിന്തകൾ കൂടെ നമ്മളിലേക്ക് നിറച്ചുകൊണ്ട്, ആധികൾ കൂടെ നമ്മളിലേക്ക് നിറച്ചുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ മടങ്ങുന്നത്. മദ്രസ കാലത്ത് തുടങ്ങിയ ആ സൗഹാർദ്ദം അത് 8-ാം ക്ലാസ് വരെയും ആ സൗഹൃദ ചരട് പൊട്ടാതെ അവർ കാത്തു സൂക്ഷിക്കുന്നു. മിഠായിക്കടയിൽ നിന്ന് മിഠായി വാങ്ങി കളിചിരികളോടെ, കലപിലകളോടെയാണ് അവർ ആ ബസ് സ്റ്റോപ്പിലെത്തിയത്. ആ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ ഒരിക്കലും ഒരു ലോറിയുടെ രൂപത്തിൽ തങ്ങളുടെ അന്ത്യം കുറിക്കപ്പെടുമെന്ന് കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നില്ല. എന്നും ഒരുമിച്ചുണ്ടായിരുന്നവർ, കളിക്കാനും പഠിക്കാനും. ഇപ്പോൾ ഷാനവാസ് IAS വിദ്യാഭ്യാസ ഡയറക്ടറാണ് കുഞ്ഞുങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നത്. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും MP രാജേഷും അവിടെയുണ്ട്. MLA മാരായ രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെ ഉണ്ടായിരുന്നു.
സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട്. സൂരജ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ ആകുന്നില്ല. ഈ കുഞ്ഞുങ്ങൾ നമ്മളുടെയും ആരൊക്കെയോ ആണെന്ന തോന്നലാണ് നമുക്ക്. അവരാരായാലും തന്നെ നമ്മളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ എന്ന് നമുക്ക് ആലോചിക്കാനാകും. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കൂടെ പോകാനുള്ള സമയം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. ഈ അധ്യാപകരും സഹപാഠികളും ഒക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? കരിമ്പനക്കൽ ഓഡിറ്റോറിയം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരായ എം പി രാജേഷ്, അതോടൊപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടി അടക്കമെത്തി സർക്കാരിൻ്റെ വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്നു. അതിലുപരി ഈ 4 പേരുടെയും പ്രിയപ്പെട്ട സഹപാഠികൾ തന്നെയാണ് ഇവർക്ക് അന്തിമോപചാരം ചൊല്ലാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികളടക്കം, അതായത് കൂടെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുണ്ട്, സ്കൂളിൽ സഹപാഠികളായി ഉണ്ടായിരുന്ന കുട്ടികളുണ്ട്. അവരെല്ലാവരും തന്നെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന നിമിഷമാണ് നമ്മൾ കണ്ടത്. അവരെല്ലാവരും ഏറെ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്നു. ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഈ ഫ്രീസറിന് മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്ന ആ കുഞ്ഞുങ്ങൾ കണ്ണുനീരൊഴുക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുനീർത്തുള്ളികളുടെ ചൂടേറ്റെങ്കിലും ആയിഷയോ ഹൃദയോ നിതയോ ഒക്കെ എഴുന്നേറ്റെങ്കിലോ എന്ന് അവർ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. അത്തരത്തിലായിരുന്നു ഇന്ന് ഈ കുട്ടികളെല്ലാവരും തന്നെ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തെ കുടുംബാംഗങ്ങൾ തൊട്ട് പുറകിലായി തൊട്ട് സൈഡിലായി അരികിലായി അവരിയ്ക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവരെല്ലാവരും ഇന്നലെ ഈ വാർത്ത കേട്ടത് മുതൽ തന്നെ അതിൻ്റെ നടുക്കത്തിലാണ്. പക്ഷേ ആ നടുക്കമൊന്നും പ്രകടിപ്പിക്കാതെ ഒരു ഉമ്മ കുട്ടിയുടെ താഴെ ഇരുന്ന 2 കൈയും ചേർത്ത് വെച്ച് അവസാന നിമിഷം അവൾക്ക് വേണ്ടി, അവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കുന്ന നിമിഷം, അത് കണ്ടുനിന്ന നമ്മളടക്കമുള്ളവരെ കരളുലച്ചു പോയ സംഗതിയാണ്. കരളുലച്ചു പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം തൊട്ടടുത്തിരുന്നവരെല്ലാവരും ആ അമ്മ പ്രാർത്ഥന അർപ്പിക്കുന്നത് കണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. അത്തരത്തിൽ വികാര നിർഭരമായ പല നിമിഷങ്ങൾക്കും നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവസാനമായി 4 കുട്ടികളെയും കാണുന്നതിന് വേണ്ടി നിരവധി പേരാണ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഓഡിറ്റോറിയത്തിന് ചുറ്റും ഈ ജനക്കൂട്ടത്തെ കൊണ്ട് ജനനിബിഡമായി കഴിഞ്ഞു. ഈ റോഡിലേക്കടക്കം ഈ ക്യൂ നീണ്ടു നിൽക്കുകയാണ്. 10:30 പൊതുദർശനം അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 10:30 ഈ ജനത്തിരക്ക് വെച്ച് 10:30 അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട്. എന്നാൽ പോലും ഈ 4 കുട്ടികൾക്കുമുള്ള ഖബറടക്കം ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ജീവിതത്തിൽ ഇന്നോളം ഒന്നിച്ച് സഞ്ചരിച്ച, ഒന്നിച്ച് യാത്ര ചെയ്ത, ഒന്നിച്ച് ഭക്ഷണം കഴിച്ച കുട്ടികളാണ്. അവർക്ക് 4 പേർക്കും ഒരേ ഇടത്ത് ഒരേ നിരയിൽ ഖബറൊരുങ്ങുന്നു എന്നുള്ളതാണ് കാത്തുവച്ച അപൂർവമായ ഒരു വേദനാജനകമായ നിമിഷമാണ് കാലം സമ്മാനിക്കുന്നത്. സഹപാഠികളടക്കം വീണ്ടും സഹപാഠികൾ പലരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഈ കുട്ടികളെ കണ്ട് വികാര നിർഭരമായി തന്നെ വിങ്ങിപ്പൊട്ടി പോകുന്നതാണ് ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണുന്നത്. എല്ലാ ദിവസത്തെയും പതിവ് ഈ സമയത്തൊക്കെ ഈ കുട്ടികൾ സ്കൂളിലെത്തേണ്ട സമയമാണ്. സാധാരണ ഈ ഉപ്പയും ഉമ്മയും ഈ ബന്ധുക്കളെല്ലാം തന്നെ ഇവരെ യാത്രയാക്കുന്നത് സ്കൂളിലേക്കാണ്. നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, പുത്തൻ ഉടുപ്പൊക്കെ ഇടിയിച്ച്, യൂണിഫോമൊക്കെ ധരിപ്പിച്ച് ഇവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഉമ്മയും ഉപ്പയും ഒക്കെ ഇവർക്ക് അന്ത്യയാത്ര അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ കരിമ്പന ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുന്നത് പോലും അതിനു വേണ്ടിയാണ്. സാധാരണ ഉള്ള യാത്ര പോലെയല്ല. ഇന്ന് ഈ 7 ചങ്ങാതിമാരിൽ 4 പേർ മാത്രമാണ് ഒന്നിച്ചുള്ളത്. പക്ഷേ അവരിൽ 4 പേരും ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ബാക്കി 3 പേർ അവർ ഇന്നലെ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അവരുടെ കഥ കേട്ടപ്പോൾ തന്നെ അവർ ഇന്നലെ അവരുടെ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചതാണ്. നമ്മളെല്ലാവരും ഞെട്ടുന്ന ഒരു നിമിഷം, എല്ലാവരും അത് കേൾക്കുമ്പോൾ സ്പർദ്ധരായി പോകുന്ന ഒരു നിമിഷമായിരുന്നു അവർ പറഞ്ഞത്. കാരണം ഇന്നലെ ഈ 7 പേരും ഒന്നിച്ചു പോകുന്ന 7 പേരും ഒരു മിഠായിയുടെ പേരിൽ പിണങ്ങുന്നു. അതിൽ 2 പേർ ആ സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിൽ മാറി നടക്കുന്നു. ഇതിനിടയിൽ 5 പേർക്ക് നേരെയാണ് ഈ ലോറി പാഞ്ഞു കയറുന്നത്. അതിൽ ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുന്നത്. പക്ഷേ 4 പേർ ഈ ലോറിക്കടിയിൽ അകപ്പെട്ടു പോകുന്നു. ഇതൊന്നും അറിയാതെയാണ് ആയിഷ എന്ന കുട്ടിയുടെ ഉപ്പ അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആ ലോറിക്കടിയിൽ പെട്ടുപോയ ഏതോ മനുഷ്യന് വേണ്ടി ആ ആയിഷയുടെ ഉപ്പ രക്ഷാപ്രവർത്തനം നടത്തുന്നു. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം നടത്തി ലോറിക്കടിയിൽ നിന്ന് ഈ ലോറിക്ക് അടിയിൽപ്പെട്ടവരെ പുറത്തെടുക്കുമ്പോഴാണ് ആ പിതാവ് അറിയുന്നത് തൻ്റെ മകൾ ആയിഷയാണ് ഈ ലോറിക്കടിയിൽ ഉണ്ടായിരുന്നതെന്ന്. പക്ഷേ അപ്പോഴേക്കും ആയിഷയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് ഈ 4 കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ തന്നെ അവർ ഏകദേശം മരണത്തിന് കീഴടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ അടക്കം പറയുന്നത്. ആ ഉപ്പയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു കാലത്തും മനസ്സിൽ നിന്ന് മായാത്ത രംഗമാണ് ഇന്നലെ ഉണ്ടായത്. പിന്നീട് ഇങ്ങോട്ട് ഈ നാട് തന്നെ അതിൻ്റെ സങ്കടം ഏറ്റെടുക്കുന്നു. കാരണം ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഈ കുട്ടികൾ ജനിച്ചത് മുതൽ ഇവരുമായി വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 7 കുട്ടികളും ഒന്നിച്ച് ഒരു വീട്ടിലെത്തും. അതിനുശേഷം ഇവർ ഒന്നിച്ചാണ് ഈ ഇടവഴിയിലൂടെ, കരിമ്പയിലെ ഇടവഴിയിലൂടെ യാത്ര ചെയ്ത് പ്രധാന റോഡിലേക്കൊക്കെ എത്തുന്നത്. അങ്ങനെ ഇവരുടെ കളിയും ചിരിയും തമാശയും വിശേഷങ്ങളും ഒക്കെ കണ്ടു വളർന്ന നാടാണ്. 4 വീടാണെങ്കിൽ പോലും ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞവരാണ്. അവരുടെ സന്തോഷവും ദുഃഖവും ഭക്ഷണവും എല്ലാം ഒന്നിച്ച് പങ്കുവച്ചവരാണ്.
ആ 4 സുഹൃത്തുക്കളുടെ വേർപാട് അല്ലെങ്കിൽ ആ 4 ജീവനുകൾ നഷ്ടപ്പെട്ടത് ഈ നാടിനെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നാട്ടുകാരായിട്ടുള്ളവർ നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവർക്കൊന്നും ഈ സങ്കടം കാണാൻ കഴിയുന്നില്ല, ഈ കുടുംബത്തിന്റെ ദുഃഖം കാണാൻ കഴിയില്ല. 2 കൈകൾ ചേർത്ത് വെച്ച് മകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന, മകൾക്ക് അന്ത്യപ്രാർത്ഥന നൽകുന്ന അമ്മയുടെ അന്ത്യപ്രാർത്ഥന കാണാൻ പോലും കഴിയാതെ ഈ നാടാകെ ഉള്ളുലഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ അതിവൈകാരികമായ നിമിഷം, ഇതൊന്നും യാഥാർത്ഥ്യമാകരുതേ എന്ന് ഒരു നാടൊന്നിച്ച് ചിന്തിക്കുന്ന നിമിഷം, ദൈവത്തെ വിളിക്കുന്ന നിമിഷം, ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്ത് ദൈവത്തെ ഒരുപോലെ വിളിക്കുന്ന നിമിഷം. അങ്ങനെ പറഞ്ഞറിയിക്കാനോ നമുക്ക് വിശദീകരിക്കാനോ കഴിയുന്നതിനപ്പുറത്തെ കാര്യങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ വാക്കുകൾ പോലും കിട്ടാത്ത ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും അല്പസമയം കൂടി, അതായത് 10:30 വരെയാണ് പറഞ്ഞത്. ഇനി ഒരു 1.5 മണിക്കൂർ സമയം കൂടി പൊതുദർശനം ഉണ്ടാകും. പക്ഷേ അതിലേറെ ഈ 1.5 മണിക്കൂറിനപ്പുറത്തേക്ക് ഇത് നീട്ടേണ്ട തരത്തിലുള്ള ആൾക്കൂട്ടം ഇവിടെ കൂടിയിട്ടുണ്ട്. വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നു. സഹപാഠികളടക്കമുള്ളവർ കുറച്ചു പേർ മാത്രമാണ് ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത്. അവരിനിയും എത്താനുണ്ട്. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ കണ്ടതാണ്, ഈ ആയിഷയുടെ വീട്ടിലായാലും നിതയുടെ വീട്ടിലായാലും അവർ എത്തുന്ന സമയത്ത് ഈ കുട്ടികൾ നിത ആയിഷ എന്നൊക്കെ വിളിച്ച് ഇവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന തരത്തിൽ, അതായത് ഇവരുടെ വിളി കേട്ട ഇവർ ഉണർന്നെങ്കിൽ എന്ന തരത്തിൽ ഈ കുട്ടികൾ കരഞ്ഞുകൊണ്ട് ഇവരെ വിളിക്കുന്നത് കണ്ടതാണ്. ഈ കുട്ടികൾക്ക് ഈ സങ്കടം താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെല്ലാം ഈ പൊതുദർശനം അവസാനിക്കുന്ന സമയത്തായിരിക്കും ഈ സഹപാഠികളായിട്ടുള്ള കുട്ടികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നൊരു വിവരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പകുതി കുട്ടികൾ ഇതിനോടകം തന്നെ ഈ വന്ന് ഇവരെ കണ്ട്, പ്രിയപ്പെട്ടവരെ കണ്ട് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് എം.ബി. രാജേഷും കെ. കൃഷ്ണൻകുട്ടി അടക്കം ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്ന കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലുണ്ട്. ഇവിടെ നിന്ന് 10:30 മൃതദേഹങ്ങൾ മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റീന. പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിൽ നടന്ന അപകടത്തിലാണ് വലിയ മരണം. 4 മരണങ്ങൾ. റിദ ഫാത്തിമ, 5 കുഞ്ഞുങ്ങൾ, അവർ 5 പേർ ഒരുമിച്ച് പോകുന്നു. അതിൽ അജിന ഷെറിൻ, റിദ ഫാത്തിമ, നിദ ഫാത്തിമ, AS ഐഷ, ഇർഫാന ഷെറിൻ. അജിന ഷെറിൻ മാത്രം വണ്ടി കണ്ട് ഓടി, വണ്ടി തട്ടിയിട്ട് ഒരു കുഴിയിലേക്ക് വീഴുന്നത് കാരണം അത്ഭുതകരമായി അജിന മാത്രം രക്ഷപ്പെടുന്നു. ബാക്കി 4 കൂട്ടുകാരികൾ യാത്രയാവുന്നു ഈ ലോകത്ത് നിന്ന്. മൊത്തം 7 പേരുടെ ഒരു വിദ്യാർത്ഥി സംഘമാണ്, 7 പേരുടെ ഒരു കൂട്ടാളി സംഘമാണ്, കൂട്ടുകാരാണ്. അതിൽ 2 പേർ നേരത്തെ മുന്നേ നടന്നു പോകുന്നു. ഈ 4 കുട്ടികൾ, ഈ 5 കുട്ടികൾ പിന്നാലെ പോകുന്നു. അതിൽ അജിന മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. അജിനയുടെ ഓർമ്മകൾ, അജിന നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു. അജിന സംസാരിക്കുമ്പോൾ അജിന വാക്കുകൾ വിതുമ്പുന്നു, വാക്കുകൾ ഇടർന്നു. അത് നേരിട്ട് കണ്ടതാണ്, ആ കാഴ്ച അത്രയും നേരിട്ട് കണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇർഫാന ഷെറിൻ്റെ അമ്മ ഇർഫാനയെ ഡെൻ്റൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അവിടെ. അമ്മയ്ക്ക് മുന്നിലാണ് ഇർഫാനയ്ക്കും ഐഷയ്ക്കും നിതയ്ക്കും ഋതയ്ക്കും മുകളിലേക്ക് ഈ പറയുന്ന ലോറി പാഞ്ഞു കയറുന്നത് ഒരമ്മയുടെ, ഇർഫാനയുടെ അമ്മയ്ക്ക് മുന്നിൽ വെച്ചാണ് എന്നുള്ളത് ഇനി അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും അത് മറക്കാൻ കഴിയുമോ? ആ കാഴ്ച എല്ലാ രാത്രികളിലും ഉറപ്പായും അത് ഉറക്കമില്ലാത്ത കാഴ്ചകളാവില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ വലിയ വേദനയും സങ്കടവും ഉണ്ട്. ആ വലിയ വേദനയും സങ്കടവും നമ്മുടെ മാത്രം, ഈ ദൃശ്യങ്ങൾ കാണുന്ന എൻ്റെയോ പ്രേക്ഷകരുടെയോ മാത്രം വേദനയല്ല, അത് കേരളത്തിന് ഒന്നാകെയുള്ള വേദനയായി മാറുകയാണ്. അത് ആ നാടിൻ്റെ ഒന്നാകെയുള്ള വേദനയായി മാറുകയാണ്. അവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ 100 കണക്കിനാണ്. ആ നാട് മാത്രമല്ല, നാടിൻ്റെ പരിസര പ്രദേശങ്ങളിലെയും ആളുകളൊക്കെ ഈ 4 കുഞ്ഞുങ്ങൾക്ക് കണ്ണീർപ്പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. അവരുടെ രക്ഷകർത്താക്കൾ, അവരുടെ അധ്യാപകർ, അവരുടെ സഹപ്രവർത്തകർ, ആ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നാടിൻ്റെ ജനപ്രതിനിധികൾ, മന്ത്രി എം.ബി. രാജേഷ്, മന്ത്രി കൃഷ്ണൻകുട്ടി, കോങ്ങാട് MLA അവിടെ എത്തിയിട്ടുണ്ട്. പാലക്കാട് MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയിരുന്നു. അങ്ങനെ നാടിൻ്റെ ജനപ്രതിനിധികൾ, മന്ത്രിമാരൊക്കെ അങ്ങോട്ടേക്ക് എത്തി അവിടെ കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങൾ നടത്തുകയാണ്. 10:30 ജുമാ മസ്ജിദിൽ ഖബർസ്ഥാനിൽ 4 ഖബറുകൾ ഒരുമിച്ച് ഒരുങ്ങിയിരിക്കുന്നു. ആ കാഴ്ചയും അത് തീക്കാഴ്ച എന്നൊക്കെ പറയാം. അത്തരത്തിൽ കൂട്ടക്കബറുകൾ തുപ്പനാട് ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിൽ ഒരുങ്ങിയിരിക്കുന്ന ഇത് അവിടുത്തെ മാത്രമല്ല, നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട, വയനാട് കണ്ട, അല്ലെങ്കിൽ നേരത്തെ താനൂർ തൂവൽപ്പറമ്പ് തൂവൽത്തീരം ബോട്ടപകടത്തിൽ കണ്ട, ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന കൂട്ടക്കബറുകൾ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ അങ്ങേയറ്റത്തെ ഒരിക്കലും ഇനി ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ചകളാണ് ഓരോ കൂട്ടക്കബറിടങ്ങളും. അത് ആവർത്തിക്കുന്നു. ഇന്നും നമ്മൾ കാണുന്നത് തുപ്പനാട് ജുമാ മസ്ജിദിലാണ് 4 ഖബറുകൾ 4 കൂട്ടുകാരികൾക്ക് വേണ്ടി ഒരുമിച്ച് അവിടെ ഒരുങ്ങിയിരിക്കുന്നു. അവരെ ആ പള്ളിക്കാട്ടിലേക്ക്, അല്ലെങ്കിൽ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് യാത്ര അയക്കാനുള്ള അവസാനവട്ട പ്രാർത്ഥനകൾ നടക്കുന്നു ഈ ഓഡിറ്റോറിയത്തിൽ. ഇനി സ്കൂളിലൊരു പൊതുദർശനമില്ല, ഇവിടെയാണ് അവസാന കാഴ്ചകൾ. അതിനുശേഷം 10:30 തുപ്പനാട് ജമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. പക്ഷേ
ആ സമയക്രമീകരണം നമുക്ക് നടക്കുമോ എന്നറിയില്ല. കാര്യം ഇവരവർ വീട്ടിലേക്ക് എത്തിക്കുമ്പോഴും ഈ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്ന എന്താണ് കാണാനെത്തുന്നവരുടെ നിര, അല്ല കാണാനെത്തുന്നവരുടെ വരി അതങ്ങനെ നീണ്ടു പോകുന്നു, അത് അവസാനിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയക്രമം പ്രകാരമാണെങ്കിൽ 1.5 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഐഷയുടെ ഉമ്മയാണ്, ഐഷയുടെ സഹോദരിമാരൊക്കെയാണ്. പെട്ടെന്ന് ആലോചിച്ച് നോക്കണം, പെട്ടെന്ന് ഇന്നലെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നവർക്ക് തിരിച്ചറിയാൻ പോലും കഴിയുന്ന മാനസികാവസ്ഥയാണോ എന്ന കാര്യം അറിയില്ല. ഇന്നലെ ഏതാണ്ട് ഇതേ സമയം അവരെ സ്കൂളിലേക്ക് യാത്ര അയച്ച കുട്ടികളാണ്. ഇന്ന് ഏതാണ്ട് അതേ സമയമാകുമ്പോഴേക്കും അവരങ്ങനെ കബൻ പുടവ എന്നാണ് പറയുക, ആ വെള്ള പുതച്ച് ആ ഓഡിറ്റോറിയത്തിൽ കിടക്കുന്നു എന്ന കാഴ്ച അവർക്ക് ഇത് യഥാർത്ഥമാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് എന്ന് അവർക്ക് മനസ്സിനെ ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നുണ്ടോ എന്നറിയില്ല. അവിടെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രേക്ഷകർ കാണുന്നത്.